നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ അഹങ്കാരോടി നീ കാണിച്ചത്? എന്താ കാണിച്ചെന്ന് വീട് കാണിച്ചത് തന്നെയാ. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലേ പിന്നെ പറഞ്ഞാലും മനസ്സിലാവില്ല. ചേച്ചി ആളെ വിട്. എന്റെ ഈശ്വര, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഓരോ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി ഒരുവന്റെ കയ്യിൽ ഏൽപ്പിച്ച് സ്വസ്ഥമാവാന്ന് കരുതുമ്പോ കാണിക്കുന്നത് അത്രയും നിഷേധമല്ലേ? ഞാനിനി ഇവളെ എന്തു പറഞ്ഞു മനസ്സിലാക്കും? തലവിധിയാണല്ലോ ഇതൊക്കെ. അതെ, ഞാൻ പറഞ്ഞില്ലേ ജോബ് കോച്ചിങ് സെന്ററിലെ കോച്ചിങ്ങിന് ചേരുന്ന കാര്യം. അതിന്റെ രജിസ്ട്രേഷൻ ഒരു 1000 രൂപ അടയ്ക്കണം. കാശ് വേണം എനിക്ക്. ആരതി എപ്പോഴും ഒരു ഇണങ്ങാത്ത കണ്ണിയാണ് ഈ വീട്ടിൽ. ഒരു കാര്യം വിചാരിച്ചാൽ അതിൽ നിന്നും ഇളക്കമില്ലാതെ ഉറച്ചു നിന്ന് കളയും. അത് മാറ്റിയെടുത്ത് വേണം മുരളിയെ അവളെ ഒന്നിച്ചു ചേർക്കാൻ. അവരൊന്നിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആരതിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നമ്മൾ എത്ര ശ്രമിച്ചാലും അവരെ ഒന്നിപ്പിക്കാൻ സാധിക്കില്ല അഞ്ജലി. അവർ തമ്മിൽ ചേരുന്നതിന് അവർ തന്നെ തീരുമാനിച്ചാലേ പറ്റൂ. അങ്ങനെ ഒരു തീരുമാനം വരണമെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് എന്ന അവസ്ഥ ഇല്ലാതാവണം. പകരം അവൾക്കവനും അവന് അവള് മാത്രമേ ഉള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും. അതായത് നമ്മളിൽ നിന്ന് ഒരു സഹായവും അവർക്ക് ലഭിക്കാത്തൊരവസ്ഥ വരണമെന്ന അർത്ഥം. നമ്മൾ അവരെ കൈവിട്ടതായി അവർക്കൊരു തോന്നലുണ്ടായാൽ സ്വാഭാവികമായും അവൾ അവനിലേക്കും അവൻ അവളിലേക്കും ചായും. അവരൊന്നാവും. അതാണ് ഇനിയുള്ള ഏക മാർഗം. എത്ര കാലമായിട്ടാ ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. എന്നെ സഹായിക്കാൻ മാത്രം ഇവിടെ ആരുമില്ല. എന്റെ വാക്ക് കേൾക്കാനും ഇവിടെ ആർക്കും താല്പര്യവും ഇല്ല. ഇനി എത്ര കാലം ഞാൻ ഇവരെയൊക്കെ പോറ്റി വളർത്തും? എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. ആരെ അച്ചുവാണെങ്കിൽ കുഞ്ഞുങ്ങളാണെന്നെങ്കിലും പറയാം. ബാക്കിയുള്ളവരോ? ആ, തലയിലെടുത്ത് അത്ര തന്നെ. അതെ അതെ, താലി കിട്ടിയ ഒരു പുരുഷനുണ്ടായ അവനെ ആശ്രയിച്ച് വേണം പെൺകുട്ടികൾ ജീവിക്കാൻ. അപ്പോഴും ചേച്ചിയോടും മറ്റും കാശ് വാങ്ങുന്നത് ശരിയല്ല. ആരെടുത്ത് പറയാൻ, ആര് കേൾക്കാൻ? ഞാൻ പോകുന്നില്ല ഒരിടത്തും. ആരതി,
നീ എവിടെയായി പോന്ന്? എടി നിക്കാനാ പറഞ്ഞത്. എവിടെയാ പോന്നെന്ന്? പുതിയൊരു ഇൻഷുറൻസ് കമ്പനി വന്നിട്ടുണ്ട്, പ്രൈവറ്റാ. അതിലേക്കുള്ള കുറച്ച് വേക്കൻസികൾക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓഫീസിലൊന്ന് പോണം. ഒരു അറ്റൻഡറിന്റെ ജോലിയെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് കെഞ്ചാതെ സ്വന്തം കാര്യമെങ്കിലും നോക്കാന്. ആരുടെയെങ്കിലും തണലിൽ നിൽക്കുമ്പോഴാ നമുക്ക് അവരുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത പലതിനും യെസ് മൂളേണ്ടി വരും. ആ അതെ അതെ, അത് ശരിയാ. മൂത്തവർ ചൊല്ലും മുതു നെല്ലിക്കാന്നാ പറച്ചില്. മൂത്തവരുടെ വാക്കുകള് നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും, പിന്നെ മധുരം വരും. അത് പക്ഷേ കയ്പും മധുരവും മാത്രമല്ല, അതിനൊരു ആരോഗ്യ ഗുണം കൂടെ ഉണ്ടാവും. അതാരും ഓർക്കാത്തത്. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരുങ്ങിയിറങ്ങുന്നവരെ നമ്മൾ നിരാശപ്പെടുത്തിക്കൂടെ സീതമ്മേ? തണലിൽ നിൽക്കുമ്പോ ചിലർക്ക് വെയിലിന്റെ ചൂടറിയില്ല. തണല് വിട്ട് വെയിലത്തിറങ്ങുമ്പോഴാ ഇത്രയും നാളും അനുഭവിച്ച തണലിന്റെ വില തിരിച്ചറിയുന്നത്. അങ്ങനെ ചിലര് പഠിക്കും. ഓ, വലിയ സന്തോഷം. ഞാൻ പലതും പഠിച്ചോണ്ടിരിക്കോ. നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 200 രൂപ വേണമായിരുന്നു. എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിനാ. ജോലി അന്വേഷിച്ചു പോകുമ്പോഴും ജോലിക്ക് കയറുമ്പോഴും ഒക്കെ നേരത്തെ ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ ഓർമ്മ വേണം. കണ്ടതാണല്ലോ ഒരുപാട് അടുപ്പം ഭാവിച്ച് ഒപ്പം കൂടുന്ന ഗ്ലാമർ താരങ്ങൾക്കില്ലാത്ത നന്മയൊക്കെ താക്കിയിട്ട് നടക്കുന്ന ചില ഓട്ടോക്കാരന്മാർക്കും അതുപോലെയുള്ള സാധാരണക്കാർക്കും ഉണ്ടാവും. അതൊന്ന് ഓർത്താ നന്ന്. ഷേ, വെറുതെ വേണ്ട കേട്ടോടി. എനിക്കും വരും ഒരു സമയം. അന്നേരം ആ പൈസ കണക്ക് നോക്കി പലിശ ഉൾപ്പെടെ ഇത് ഞാൻ മടക്കി തരും. അല്ലെങ്കിൽ നീയൊക്കെ സഹായിച്ചു, വളർത്തി, വായിൽ ആഹാരം വെച്ച് തന്നു എന്നൊക്കെ കൂകി പറയുന്നത് കേൾക്കാൻ വയ്യാത്തോണ്ടാ. ഓരോരോ ജന്മങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.